സുഹൃത്തുക്കളെ, ജോസേട്ടൻ്റെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് തൊട്ട് നമുക്ക് കാണാം അടുത്ത ഫ്രൂട്ട്സിനെ പറ്റിയുള്ള വിവരണങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. ജോസേട്ടൻ എന്താണ് ഒരു ഇത് നാരങ്ങയാണോ? ഇതൊരു നാരകമാണ്. ഇതിൻ്റെ പേര് ഗണപതി നാരകം എന്നാണ് പറയുന്നത്. ഇത് അധികം ആൾക്കാർക്കും ഇതറിയില്ല. പിന്നെ മിക്കവാറും സ്ഥലത്ത് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. ഇതിൻ്റെ കാര്യം ഇതാ ഇവിടെയതാ. ഇത് വിൽക്കാറുണ്ട് നിങ്ങൾ? ഇല്ല, ഒരു സാധനവും ഞാൻ ഗണപതി അങ്ങനെ ഗണപതി ഹോമത്തിന് അമ്പലക്കാർ കൊണ്ടുപോലുണ്ട്. നിങ്ങൾ ചോദിക്കാറുണ്ടോ? എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ കൊടുക്കാറുമുണ്ട്. ഞാനിത് ഇതാ ഇവിടെ ഇതുപോലെയൊക്കെ കായുണ്ടോ? ഇതാ 3 കായ. ഇതാ 3 കായ അല്ലേ? ഇതാ പിന്നെ അത് നല്ല വലിപ്പം വെക്കും. ഇതിനെ കഴിക്കാൻ പറ്റുമ്പോൾ ഇത് അച്ചാറിടാൻ ബെസ്റ്റാണ്. ബെസ്റ്റാണല്ലേ? ഗണപതി നാരകം. ഗണപതി നാരകം. ഗണപതി നാരകം സുഹൃത്തുക്കളെ, അത് അധികം സ്ഥലത്ത് അങ്ങനെ കാണുകയില്ല. ഇതിൻ്റെ ബാഗ് അങ്ങോട്ട് കുറച്ച് മറിഞ്ഞ് അങ്ങോട്ട് പോയതുകൊണ്ട് കൊമ്പോണ്ടോളിൽ അപ്പുറത്ത് കിടന്നല്ലേ? അപ്പോൾ അപ്പുറത്തേക്കുണ്ട്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതെന്താ ചക്ക? ഇത് പിന്നെ സീഡ് ഫ്രീ ജാക്ക് എന്ന് പറയും. സീഡ് ഫ്രീ ചാക്ക്. ഇത് സീഡ് ഉണ്ടാവില്ല? ഇത് സീഡ് ഉണ്ടാവില്ല, മൊത്തം തിന്നാൻ പറ്റുന്നതാണ്. ഇതിൽ സീഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്ന് പറയുന്നത്? ഇല്ല, സീഡ് ഫ്രീ. സീഡ് ഫ്രീ ജാക്കാണ്. മുകളിലും 2-3 ഉണ്ട്. ഇത് ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ. എന്തൊക്കെ കേടായി വീണാണോ? അല്ല, ഞാനത് വളരെ കൂടിയതും ഇതൊക്കെ ആയിട്ടുള്ളത് ഞാൻ മുറിച്ച് കളഞ്ഞതാണ്. മറ്റുള്ളത് എന്നാൽ നല്ല ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട്. അല്ല, ഈ വിളഞ്ഞില്ലാത്ത ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ശരിയാണ്? അങ്ങനത്തെ ഒക്കെ ഉണ്ടോ? വിളഞ്ഞിയും ഇതും രണ്ടും ഇല്ലാത്ത. വിളഞ്ഞില്ല, ഇതിനുള്ളിൽ കായയില്ല, കായുമില്ല. അതാണ്, അങ്ങനെയാണ് ഇത് നട്ടത്. സുഹൃത്തുക്കളെ, ജോസേട്ടത് കുഴിച്ചിട്ടപ്പം പറഞ്ഞത് സുഹൃത്തുക്കളെ, ജോസേട്ടപ്പം എന്നോട് പറഞ്ഞത് ഇതിൽ സീഡില്ല, ഇതിന് വിളഞ്ഞില്ല എന്ന്. ഇങ്ങനത്തെ ഒരു കേട്ടിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ കുഴിച്ചിടണമെന്ന്. എന്തെങ്കിലും വിശേഷമുണ്ടോ? അല്ല, ഈ പറഞ്ഞതിനെ പറ്റി തന്നെ ഞാൻ പറയാണ്. ഇത് സീഡ് ഫ്രീ ആണെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വിളഞ്ഞില്ല എന്നൊന്നും 100%. ഇത് ഞാൻ മുറിച്ച് കളഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് വിളഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. ഈ ചക്കയിലുണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. ഭാവിയിൽ അറിയാം. ഭാവിയിൽ അറിയാം. അതായത് 2-3 മാസം കഴിഞ്ഞാൽ അത് ഇതാവുമല്ലോ. ഇതെന്താ മാവ് മുറിച്ച് കളഞ്ഞാണോ? ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, അതിൻ്റെ മാങ്ങയൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. അവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരി. ഇതിൽ 10 മാവ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. 10 മാവ്. അതായത് വലിയ തളപ്പാടൊന്നും. അതായത് ഈ മാവ് കൂടെ മുറിച്ചിട്ട് തളിപ്പിൽ കൂടി 2 ഭാഗങ്ങളായി വന്ന് ഈ തളിപ്പ് വന്നു. ഈ തളിപ്പിൽ നിങ്ങൾ ഇങ്ങനെ മാറി വരികയല്ലേ, അവിടെ പല ഇതായിട്ട് കമ്പായിട്ട് വന്നില്ലേ, അതിൽ 10 വെറൈറ്റി ഉണ്ട്. ഇപ്പം ഏകദേശം എനിക്ക് 10 കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കായ്ച്ചതാണ്. കഴിഞ്ഞ വർഷം 3-4 കിട്ടിയിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിരുന്നു. പിന്നെ അത് മാങ്ങിയത് അതൊക്കെ ഉണ്ടോ അവിടെ. അതെനിക്ക് കിട്ടിയത് കൂർക്കം മാങ്ങ എന്ന് പറയുന്നൊരു മാങ്ങയില്ലേ, കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. നല്ല നല്ല ടേസ്റ്റുള്ള നല്ല മണമുള്ളൊരു മാങ്ങയാണിത്. ഇതിൻ്റെ അത് ഒളോറുണ്ട്, കോഴിക്കോട് നാട്ടുമാങ്ങ എന്നൊക്കെ പറയാം. അതല്ല, ഇത് വലിപ്പമുള്ളത് ചെറുതല്ലേ. അതല്ല. ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് കോഴിക്കോട് ഒളോർ മാവുണ്ട്. ഒരു മാവിന്റെ മുകളിൽ നമുക്ക് അപ്പം ഇങ്ങനത്തെ ഇതേല് 10 എണ്ണം. അല്ല, നിങ്ങൾക്ക് തൊഴിലായിക്കൂടെ? ചെയ്തെടുത്തൂടെ? അതൊന്നും പറ്റില്ല. ഇത് ഒരു മൂടിന് ഞാൻ ചെയ്യുന്നത്. അതെ, ഇതിങ്ങോട്ടൊക്കെ പൂത്തിട്ടുണ്ട്. ശരി. ഇതിപ്പം ഈ ഇപ്രാവശ്യമാണ് മൊത്തം പൂക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇപ്പോഴത്തെ വർഷം 2-3 കമ്പൊക്കെ കായ്ച്ച് പൂത്തിരുന്നു. അതിൻ്റെ അതൊന്ന് കുറച്ച് മാങ്ങ. സുഹൃത്തുക്കളെ, ജോസേട്ടൻ പറയുന്നത് ഇതിൻ്റെ മുകളിൽ 20 ഒരൊറ്റ, അതായത് ഒരു വലിയൊരു മാവായിരുന്നു. ആ മാവിന് വെട്ടി ഒഴിവാക്കി അതിൽ നിന്ന് വന്ന തളിപ്പാണ് 2 ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൻ്റെ ഇതിന് മുകളിൽ 10 എണ്ണം, 10 വ്യത്യസ്ത മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട്, മാങ്ങേൻ്റെ കൊമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് വ്യത്യസ്തമായത് വാങ്ങി പറിച്ച് കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഗംഭീരം. സമ്മതിച്ചു കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ഈ വർഷമാണ് കഴിക്കുന്നത്. ഇതെന്താണ്? ഇത് പ്ലാവ് തന്നെയാണോ? അത് തന്നെയാണോ? ഇത് അതേ പ്ലാവ് തന്നെയാണ്. അത് 2 എണ്ണം വെക്കേണ്ട കാര്യമില്ലായിരുന്നു, അതോട് വെച്ചു. ഇവിടെ ഉണ്ടല്ലോ. ഇത് ABR ജാക്ക്. ഇത് ഏറ്റവും നല്ലൊരു പ്ലാവാണ്. ഇത് 10, 30, 35 കിലോ വരെ. ഇതിപ്പോൾ എനിക്ക് ചോലയൊക്കെ ആയതുകൊണ്ടാണ് അത്ര വലിപ്പം ഇതാവാത്തത്. ഇതൊരു 4-5 വർഷം കഴിക്കേണ്ടതാണ്. 4 വർഷം കൊണ്ട് കായ്ക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ ഇത് ഇവിടെ മുഴുവൻ വാഴയും ഇതെല്ലാം കൂടി ആയിട്ട് ചോല ആയതുകൊണ്ട് ഇതിനും പ്ലാവിനും മാവിനൊക്കെ നല്ല പൊരി വെയിൽ വേണം. അല്ലാതെ 30 കിലോ വരെ ഉണ്ടാവും. 30-35 കിലോ വരെയുള്ള ചക്ക ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ചക്ക എന്ന് പറയുന്നു, കഴിച്ചവരും ഒക്കെ പറയുന്നു. ഇത് മാംഗോസ്റ്റിൻ അല്ലേ? ഇത് മാംഗോസ്റ്റിന് 3 എണ്ണം ഉണ്ട്. മാംഗോസ്റ്റിൻ ഇതും ഫുള്ള് കായ്ക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു മാവ് മുറിച്ചതാണ്. അതാ കാണുന്നത്. അവിടെ ഒരു മാവ് മുറിച്ചാണ്, നമുക്ക് ഉപയോഗമില്ലാതെ. ഇത്
ഒരുപാട് നമ്മളെ നഴ്സറിക്കാർ പറ്റിക്കും. അല്ല ഇതിന്റെ മുകളിൽ മാംഗോസ്റ്റീൻ കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? ഫുള്ള് പൂട്ടല്ലോ. പൂണ്ടോ? പൂട്ടതാ മാംഗോസ്റ്റീൻ പൂട്ടുന്നതാ. ഇത് ഫുള്ള് പൂക്കുന്നതാണ്. ഓ, ഞാനും മാംഗോസ്റ്റീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ മാംഗോസ്റ്റീൻ. മാംഗോസ്റ്റീൻ ഇതാ ഇവിടെയൊക്കെ പൂട്ടിട്ടുണ്ട്. ഇതാ പൂട്ട് വരുന്നുണ്ട്. ഇതാ പൂ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലേ. മാംഗോസ്റ്റീൻ ഞാൻ അവിടെ വന്നിട്ടാണ് ഇപ്പൊ ജോസാറിന് പൂ കാണിച്ചു കൊടുക്കുന്നത്. ജോസാറിനെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ലായിരുന്നു. മാംഗോസ്റ്റീൻ പൂത്തത് കണ്ടപ്പോൾ ഞാൻ നോക്കിയത് ജോസാറിനെ മൊത്തക്ക. ജോസേട്ട പുഞ്ചിരിക്കുക, അതായത് സൂര്യൻ ഉദിച്ചതുപോലെ. കാരണം ഇങ്ങനെ സന്തോഷം കൊണ്ട്. സന്തോഷമല്ല, ഞാൻ ഇതെല്ലാ വർഷവും കഴിക്കുന്നതാണ്. കാന്താരിമുളക് ഇവിടെ ഇഷ്ടം പോലെ. അത് അപ്പുറപ്പുറത്ത് അങ്ങോട്ട് കുറേ ഉണ്ട്. ഇത് മുരിങ്ങ എപ്പോഴും കഴിക്കുന്ന മുരിങ്ങയാണ്. ഇതിങ്ങനെ മുരിങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ അതിന്റെ കനം കൊണ്ട് ആ തോടാണ് അങ്ങോട്ട് ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ്. ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്ന് മുരിങ്ങ കൊണ്ടുപോയിട്ടുണ്ട്. പൊട്ടി വീണിട്ട് കഴിക്കുന്നുണ്ട്. കഴിക്കാൻ തുടങ്ങി നല്ല വലിപ്പം ഉണ്ടാവും. ഇത് നാരകാണോ? അത് ബുഷ് ഓറഞ്ച് എന്നാണ് അതിന്റെ പേര്. ഫുള്ളായിട്ട് കായ്ക്കും. പക്ഷെ ബുഷ് ഓറഞ്ച് എന്നുള്ള പേരെന്നുള്ളതല്ലാതെ ചെറുനാരകത്തേക്കാൾ കൂടുതൽ പുളിയാണ് ഇതിന്. വളരെ ചെറുതായിരിക്കും. അല്ല, സാധാരണ ചെറുനാരങ്ങയുടെ വലിപ്പം ഉണ്ടാവും. അതിന്റെ ഇവിടെ ചെറുത് കണ്ടു. ഇതൊന്ന് കട്ട് ചെയ്ത് വിടണം, എന്നാലേ ഇത് ശരിക്കും കായ്ക്കുള്ളൂ. അതെ അതെ, അത് കുറച്ച് അതിന്റെ ഒരട്ടിയിലധികം വലിപ്പമാവും. അതിൻ്റെ അകത്ത് പിന്നെ മറ്റേ ചെറുനാരങ്ങയുടെ അത്ര ഉറപ്പുണ്ടാവില്ല. പക്ഷെ ചെറുനാരങ്ങയേക്കാൾ കൂടുതൽ പുളിയാണ്. ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് ശരിയാക്കിയാലേ ഇത് പറ്റും. പിന്നെ ഇതൊക്കെ ഇന്നതൊന്നുമില്ല. ഞാനധികം തൃശ്ശൂർ നാട്ടിലേക്ക് പാല അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഹോം ഗ്രൗണ്ടിൽ പോകണ്ടോ? ഹോം ഗ്രൗണ്ടിൽ ആ റംബൂട്ടാനൊക്കെ മേടിച്ചേക്കുന്നത്. മാങ്കോസ്റ്റിന് റംബൂട്ടാനൊക്കെ അവരുതാണ്. പിന്നെ മുരിങ്ങ പിന്നെ കറുവേപ്പില. അല്ല, മുരിങ്ങ ഞാൻ മണിപ്പാലിൽ നിന്ന് നമ്മുടെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു, അവിടുന്ന് കൊണ്ടുവതാണ്. കിട്ടുന്ന സ്ഥലത്ത് ഞാൻ എല്ലാ നഴ്സറി കണ്ടാൽ കയറും. പിന്നെ അതെന്താണ് കറിവേപ്പിന്റെ വലിയ മരങ്ങൾ 3-4 ഉണ്ട്. ഒന്ന് ഞാൻ വെട്ടിക്കളഞ്ഞു, അങ്ങ് വല്ലാതെ ശല്യമായപ്പോൾ. ഇതാണ് ബറാബ. അത് ഹൈ റിച്ച് വൈറ്റമിൻ സി ഉള്ള ഒരു ചെറിയ ഫ്രൂട്ടാണ്. വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. നല്ല ഒരു മധുരം കൂടിയ ചപ്പി കഴിക്കാൻ നല്ല. സുഹൃത്തുക്കളെ, ഇതാണ് ബറാബ. ജോസേട്ട ഈ ബറാബ നിലത്തിങ്ങനെ വീണ് കിടക്കണ്ടോ? ഇങ്ങനെ പറക്കിയാൽ കഴിക്കാം. ആ ഫുള്ളിൽ നിന്ന് ബറാബ പറിച്ച് ഞാൻ കൊണ്ടുപോകും. മുകളിലേക്ക് കാണിച്ചു. മുകളിലും ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങ് മുകളിലേക്ക് ഇവിടെ ഒന്ന് കാണിച്ചു. നിറഞ്ഞു കിടക്കുന്ന ബറാബ സൈഡിലൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ആഹാ, നല്ല ടേസ്റ്റ് കേട്ടോ. ബറാബ പറക്കുന്നു, വയലേക്ക് ഇടുക. ഇതൊന്നും പുറത്തുള്ള ഈ ഭാഗം ഉണ്ടോ? ഭയങ്കര ടേസ്റ്റ് കേട്ടോ. വിറ്റാമിൻ സി കൂടുതലുണ്ടെന്ന് പറഞ്ഞു. നല്ല രസമുണ്ട്. എന്താണ് ജോസേട്ടാ ഇത്? മട്ടാവയാണോ? മട്ടാവയുടെ തൈയാണ്. മട്ടാവ. ഓക്കെ. മട്ടാവയുടെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഇത് വലിയ ഹൈറ്റ് വെക്കുന്നല്ലേ? ഫർണിച്ചറൊക്കെ പറ്റില്ല ഭാവിയിൽ. പക്ഷേ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ട് ഗുണം കിട്ടില്ല. ഗുണം കിട്ടണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് ഗ്രൂവിക്കാന്ന് പറഞ്ഞില്ലേ? ഗ്രൂവിക്ക. അതെ, അതിൻ്റെ മോള് മുറിച്ച് കളഞ്ഞതാണ് ഞാൻ. അത് ശരി, ലൂബിക്ക അല്ലേ? അപ്പോൾ അതാ എൻ്റെ തൊട്ടടുത്ത് വേറൊരു മരം നിൽക്കുന്നുണ്ട്, വലിയൊരാൾ. ഇതാരാ? അതാണ് ആലോചിച്ച് നോക്ക്. അയിനിപ്ലാവ്. അത് ഗ്രാഫ്റ്റ് ചെയ്ത. ഇതാണ് സുഹൃത്തുക്കളെ അയിനിപ്ലാവ്. ഇതിൻ്റെ മുകളിൽ ചെറിയ ഇത് കഴിക്കാറുണ്ടോ നിങ്ങൾ? കിട്ടാറുണ്ടോ കഴിക്കാൻ? കഴിഞ്ഞ വർഷം കഴിച്ചിരുന്നു. നല്ല എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. നല്ല ഇതാണ്, ചക്കപ്പഴത്തേക്കാൾ ടേസ്റ്റാണ്. നല്ല ഇതാണ് അയിനിപ്ലാവ് സുഹൃത്തുക്കളെ. ഇതാണ് അബിയു. കുറേ അബിയുങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? 2 ഉള്ളൂ. ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തുണ്ടല്ലോ. അവിടെ കഴിക്കുന്നുണ്ട്. പൂ ഇടുന്നുണ്ട്. 2 വർഷം കൊണ്ട് കഴിക്കും. ഇതെന്താ ആള്? ഇത് മട്ടാവ. എല്ലാവരും ഇത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഉറപ്പായിട്ട് കഴിക്കും. ഇത് മട്ടാവല്ലേ? മട്ടാവയാണ്. ഈ വർഷം അത് പൂത്തതാണ്. ഇത് ഞാൻ ചുവട്ടിനെ കട്ട് ചെയ്ത് വലിയ ബുഷാക്കി എടുത്തിട്ടാണ്. കറിവേപ്പിലിനെ പിന്നെ പറയണ്ട, കാട് പോലെ വനം പോലെ കാട് പോലെ ഉണ്ട്. നേരത്തെ നമ്മൾ അവിടെ ഒരാളെ കണ്ടു മാംഗോസ്റ്റ്. അവിടെ ഒരു മാംഗോസ്റ്റ് ഉണ്ട്. 3 മാംഗോസ്റ്റിനാണ്. അപ്പോൾ മാംഗോസ്റ്റിൻ്റെ വിശേഷങ്ങൾ വേണ്ട. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് അത് കാണാത്തവർ പോയി കാണാം. ഓ, നായ ഉണ്ടായിരുന്നു അവിടെ? നായ ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഇല്ല. മാംഗോസ്റ്റിനാണ് ഇതും നിറയെ കഴിക്കുന്നതാണല്ലേ. മാംഗോസ്റ്റിന് ഒരുപാടുണ്ടല്ലോ അവിടെ അല്ലേ? മാംഗോസ്റ്റ് ഉണ്ട്. 3 മാംഗോസ്. ഇനി ഇതെന്താണ്? ഇതിൻ്റെ മുകളിൽ കുറേ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഞാനിവിടെ ഇതൊരു പാലാണ്. ആദ്യം ഒരു സ്വിമ്മിംഗ് പൂൾ കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയ കുളമാണ്. അത് സ്വിമ്മിങ് ഇത് പിന്നെ മീൻ വളത്തിലാക്കിയതാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇത് അന്ന് കിട്ടുന്നതിൽ ഏറ്റവും വലുത് കവറിൻ്റെ അകത്താണ് നട്ടത്. പക്ഷേ അതിൻ്റെ വേര് താഴേക്ക് ഇറങ്ങി തന്നെത്താൻ അത് താഴെ നിന്നൊക്കെ വെള്ളമൊക്കെ വലിച്ച് ഞാൻ നനച്ചും അത്യാവശ്യം വളം ഇട്ട് കൊടുക്കുന്നതാണ്. ഏറ്റവും അധികം കായ ഒരു 200-250 പഴം ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. വെറൈറ്റി ഉണ്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ? ഇത് എൻ്റെ അടുത്തുള്ള ഒറ്റ വെറൈറ്റിയാണ്. അതിന് വെറൈറ്റി ഡ്രാഗൺ ഉണ്ട്. അതിനകത്ത് വെള്ള കളറിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അകത്ത് വെള്ളയായിട്ടുള്ളതിന്. ഇത് നല്ല റെഡാണ്. പിന്നെ ഇവിടെ ഒരു മാവുണ്ടല്ലോ, ഇത് വലിയൊരു മാവ്. ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കത്തല്ലേ? ഇത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇത് വീടിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങ് വരെ എത്തിയത് കൊണ്ട് ഞാൻ കട്ട് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു 10 മാസമെങ്കിലും ഇതിൽ മാങ്ങ ഉണ്ടാവും. ഹോൾ സീസണാണ്. ഹോൾ സീസൺ മാവെന്നും പറഞ്ഞൊന്നും വാങ്ങിക്കാൻ കിട്ടുക. അതല്ലത്. ഇതിൻ്റെ പേര് സോണിയ എന്നുള്ളതാണ്. സോണിയ. ഇത് ഒരു കോമാങ്ങയുടെ ടേസ്റ്റേ ഉള്ളൂ. കോമാങ്ങയുടെ അത്രയും നാരില്ല. പക്ഷേ ഏത് സമയത്ത് ഇതിൽ മാങ്ങ ഉണ്ണിമാങ്ങയും പൂവും ചെറുതും വലുതുമായിട്ട് ഇത് പഴുത്ത് വീണ് ഇപ്പോൾ തന്നെ കിളുത്തതാണിത്. അതെയോ? ഈ വർഷം കിളുത്താണ് ഈ 2 എണ്ണം പഴുത്ത് വീഴുന്ന. ഇത് ഞാൻ കൊരട്ടി ഞാൻ കുറേ പല പേരുള്ള സോണിയ പല പേരുള്ള ആൾക്കാരുണ്ട്. ഇത് അല്ല, ഈ മാവ് സോണിയ പേര് ആൻസി എന്നാണ്. അപ്പോൾ ആൻസി എന്നുള്ള പേരിൽ ഒരു മാവ് വെച്ചിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. ഇത് അവരിട്ടേക്കുന്ന പേരാണിത്. അടിപൊളിയാട്ടോ സുഹൃത്തുക്കളെ ഈ ഒരു മാവ് അവിടെ. പിന്നെ മറ്റൊരു മാവിനെ പറ്റിയുള്ള വിശേഷം നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ 20 എണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് പോവാം. ചേട്ടാ, ഇത് പേര അത് ഇത് പേരയാണ്. ഇത് നന്നായിട്ട് കായ്ച്ചതാണ് ഈ വർഷം. അത്ര എന്നാലും ഉണ്ട്. നിലത്ത് വെച്ചത് ഇതെവിടുന്ന് വാങ്ങിച്ചത്? ഈ ഒരു ഇത് ഞാൻ ഇടുക്കിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇടുക്കി. പ്രത്യേകത എന്താണ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇത് ഈ ഇങ്ങോട്ടുള്ള ഈ ഹോള് കാണുന്നില്ലേ? ഈ ഹോളിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇതിൻ്റെ ഈ ചുറ്റി കെട്ടുകയില്ല. ഇതിൻ്റെ അകത്തെ വേര് അവിടെ വെച്ച് പ്രൂണായി പോകും. ശരി. അപ്പോൾ ഇത് ചുറ്റി കെട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ മുഴുവൻ നല്ല ഈ തിങ്ങിയിട്ട് പെട്ടെന്ന് കായ്ക്കും, വേഗം കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ മറ്റേതൊക്കെയാണ് ചുറ്റി കെട്ടി ഇങ്ങനെ കിടക്കില്ല വേര്. ഇതിന് വേര് ചുറ്റി കെട്ടില്ല. ഇതിനെന്താ വില വരുന്നത്? ഇതിന് 900 റുപ്യ ഒരെണ്ണത്തിന്. ഹോൾസെയിൽ റേറ്റ് ആണോ അല്ലെങ്കിൽ റീറ്റെയിൽ റേറ്റ്? റീറ്റെയിൽ ഞാൻ കൊടുത്ത പൈസ. ഓക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ. ഇതൊക്കെ മാവ് പലത് കുഴിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ? അതെ. വേറെ കുറേ എണ്ണം പൊട്ടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പൊട്ടി കിടക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ എന്താണ്? അവിടെ ഒരു ആളുണ്ടല്ലോ. ഇത് ജമ്പൂട്ടിക്കാവല്ലേ? അതെ. ഇതിൻ്റെ മുകളിൽ കായ്ക്കാറുണ്ടോ? അത് എൻ്റേത് ജമ്പോട്ടിക്കാപ്പ കായ്ച്ചുകൊണ്ടിരുന്നത്. ഇത് ജമ്പോട്ടിക്കാപ്പ കായ്ക്കണമെങ്കിലേ അത് പിന്നെ ചട്ടിയിലോ ഡ്രമ്മിലോ ആയിരിക്കണം. എങ്കിൽ മാത്രമേ കായ്ക്കുള്ളൂ ശരിക്ക്. ഇത് വേറെ വെറൈറ്റിയാണ്. ഇതായത് കായുണ്ട്. പ്രിക്കോഷിയാണോ? അല്ല, ഇത് സബാറ എന്ന് പറയുമ്പോൾ 5-8 വർഷമായാൽ മാത്രമേ കായ്ക്കുള്ളൂ. പക്ഷേ ഇത് കായ്ച്ചതാണ്. ഇതാ കായ കാണുന്നു. പക്ഷേ ഞാൻ ഈ ഭാഗത്തേക്ക് നിറയെ കമ്പായിരുന്നു. കായ്ച്ചിട്ടുണ്ടല്ലേ? എൻ്റെ വീട്ടിലുണ്ട്. സബാറയാണെന്ന് തോന്നുന്നു. സബാറയാണെങ്കിൽ വർഷങ്ങൾ പിടിക്കും. മറ്റേതാണെങ്കിൽ 3 വർഷം കൊണ്ട് കഴിക്കും. അത് തന്നെയല്ല, അത് നീ സബാറ ആയിരിക്കില്ല നീ വാങ്ങിച്ചത്. ഇതാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പ്രിക്കോഷ്യ വാങ്ങിക്കാനാണ് പറഞ്ഞെങ്കിൽ പ്രിക്കോഷ്യ ചട്ടിയിൽ മാത്രം. എന്നാൽ വേര് തിങ്ങിയാലേ മാത്രമേ അത് കഴിക്കുള്ളൂ. എൻ്റെ സുഹൃത്തിൻ്റെ അവിടെയൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ തന്നെ പറഞ്ഞ് വാങ്ങിച്ചത് സാധനമൊക്കെ നിറഞ്ഞു കായ്ക്കുന്നുണ്ട്. എന്താണിത്? ഇത് ലോങ്കൺ എന്ന് പറയും. വൈറ്റ് ലോങ്കൺ. ഇതാ അത് പൂത്തതാണ്. ഈ വർഷമാണ് പൂത്തത്. ഇത് പൂത്തല്ലേ? അവിടെയും പൂവുണ്ട്. ഇതെന്താ വില വരുന്ന ഒരു തൈക്ക്? ഒരു തൈക്ക് ഇത് 4000 രൂപയോ? അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ മൊത്തം എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ടായി ഇതൊക്കെ? അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ അബദ്ധവും എനിക്ക് പറ്റിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത. ഇനി നമുക്കിതാ ഇവിടെ ഒരു നെല്ലിക്ക ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി? പണ്ടൊരു നെല്ലിക്ക കാണാനുണ്ടായിരുന്നല്ലോ. നെല്ലി ഞാൻ മുറിച്ചു കളഞ്ഞ ദിവസമാണ്. അപ്പോൾ പുളിയോ? ചുവന്ന പുളിയോ? ചുവന്ന പുളി. പിന്നെ അത് ചുവന്ന പുളി അതും വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മധുരം അതിനില്ല. ഇതെന്താ സാധനം? ഇത് സപ്പോർട്ടല്ലേ? സപ്പോർട്ട. ഓക്കെ.
ഇത് ക്രിക്കറ്റ് ബോൾ. ഇതാണ് മറ്റൊരു സപ്പോർട്ട. ഇതാണ് അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട. ഇത് നമ്മളെ ബനാന സപ്പോർട്ട. പക്ഷെ ബനാനയും സപ്പോർട്ടയായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ആ പേരങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആരോ ഇട്ടേക്കുന്ന പേരാണ് ഇത്. ഇത് ഞാവൽ. സാധാരണ നമ്മുടെ കറുപ്പ് ഞാവൽ. ഇതൊരു ഈ മാവ് കഴിഞ്ഞ വർഷം ഒരു പൂവുണ്ടായിരുന്നു. ഈ വർഷം ഇത് പൂത്തില്ല, എന്താണെന്നറിയില്ല. ഇത് ഒളോറാണിത്. ഒളോറൊക്കെ അന്യം നിന്ന് പോയാലോ. ഒളോറൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറയുന്നതിൽ പിന്നെ സാധാരണ ഒരാൾ വെക്കുകയാണെങ്കിൽ ഒരു വീടിൻ്റെ മുറ്റത്തോ സൈഡിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാവ് എന്ന് പറയുന്നത് മാവ് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്. ഇതിൻ്റെ പേര് കാലാപ്പാടി എന്ന് പറയും. കാലാപ്പാടി. ഇത് നമുക്ക് പൂത്ത് കണ്ടോ, ഇവിടെ ഉണ്ട്. ഈ അടിയിലൊക്കെ പൂത്തുണ്ട്, ഈ സൈഡിലുണ്ട്. എത്ര വർഷം കൊണ്ട് കായ്ക്കുന്നത്? ഇതൊരു 2 വർഷം 3 വർഷം അവിടെയൊക്കെ പൂത്തുണ്ട്, അടിയിലൊക്കെ പൂത്തിട്ടുണ്ട്. കായ്ക്കോ? കായും കിട്ടും. പിന്നെ ഇതിനെപ്പറ്റി ബാക്കിയിട്ട് പറയട്ടെ. ഇതെന്ന് വെച്ചാൽ ഇത് പൊന്തിപ്പൂവില്ല, എപ്പോഴും ഒരു കുട പോലെ ഇങ്ങനെ. ഇത് കണ്ടില്ലേ, അതിൻ്റെ കൂമ്പ് വരുന്നുണ്ടോ? 3-4 അതിങ്ങനെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ബ്രാഞ്ചസും വരും, നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ എന്തായിരുന്നു പേരുട്ടെ, ഇത് നിറച്ച് പൂത്തിട്ടുണ്ട്. അത് അവിടെ ഉണ്ട് ഒരു മാവ്, അതും പൂത്തതാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ കാന്താരിമുളക് ഇവിടെ എല്ലായിടത്തിലുണ്ട്. പിന്നെ അവിടെയുണ്ട് കാന്താരിമുളക്. അത് നമ്മളെ അത് വൈറ്റ് ഞാവൽ, അത് മുഴുവൻ പൂത്ത് നിൽക്കുന്ന അതാണ്. ഇതാണ് വൈറ്റ് ഞാവല്ലേ? പൂത്ത്. ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? കാലാപ്പാടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിൽ ഒന്നെന്ന് വെച്ചാൽ ഇതിന് പുഴുശല്യം വളരെ കുറവാണ്. പ്രതിരോധശേഷി കൂടുതലല്ലേ? പ്രതിരോധശേഷീൻ്റെ മാത്രമല്ല, ഇതിൻ്റെ തോലിന് ലേശം കട്ടി കൂടുതലുണ്ട്. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഇതിലൊരു വെള്ള പൗഡർ പോലെയുണ്ട്. അതുകൊണ്ട് പുഴു അധികം ഇതിനെ ഉപദ്രവിക്കാറില്ല. മിക്കവാറും ഉള്ള മാങ്ങ തന്നെ നമുക്ക് ശരിക്കും കിട്ടും. എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാവരും കുഴിച്ചിടുന്നത് നല്ലതെന്നുള്ളത്. എന്ന് വിചാരിച്ച് 100% എന്നെ വിശ്വസിക്കണ്ട. ചോദിച്ചു, ഇതാണ് ആപ്പിള്. അല്ല, ആപ്പിൾ, ശരിക്കുള്ള ആപ്പിള്. എനിക്ക് ആപ്പിൾ ഇവിടെ 3-4 ചെടി ഉണ്ടായിരുന്നു. 4 എണ്ണത്തിൽ 2 എണ്ണം ശരിക്കും പൂവിട്ടതാണ്. പൂവിട്ടതിന് ശേഷം അത് ഓരോ കമ്പായിട്ട് ഉണങ്ങിപ്പോയി. അവസാനം ഞാൻ പിന്നെ ഇത് വരുത്തിച്ചതാണിത്. ഇത് ഇടുക്കിയിൽ നിന്ന് വരുത്തിച്ചതാണ്. പക്ഷേ അവർ അയച്ചു തന്നത് വെറും നൂല് പോലത്തെ ഇർക്കിലിയുടെ അത്ര വണ്ണമായിട്ടുള്ളതാണ് അയച്ചു തന്നത്. പോയി എടുത്തായിരുന്നെങ്കിൽ കനമുള്ള കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് അതാണ് കിട്ടിയത്. ഇതെന്താണ് സാധനം? ഇത് എന്താ, ലോങ്കണാണ്. ലോങ്കണിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് അത് തന്നെ, അതിൻ്റെ വേറൊരു വെറൈറ്റി. ഇതിന് ഓൾ സീസൺ എന്ന് പറയും, 4 സീസൺ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഓൾ സീസൺ 4 സീസൺ ഓൾ സീസൺ എന്നും പറയും. ഇപ്പോഴും പൂവ് കണ്ടോ? റേറ്റ് എന്ന് പറയാമോ? ഇതിൻ്റെ റേറ്റ്, ഇത് ചെറിയ തൈ ഇത്ര ഉണ്ടായിരുന്നു. ഞാൻ തൈ കൊണ്ടുവന്നപ്പം ഇത് 3500 റുപ്യാണ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ തൈകൾക്കൊക്കെ ഭയങ്കര വിലയുണ്ട്. നല്ല എല്ലാത്തിനും. അതെ, ഇതാണ് ബേറാപ്പിൾ എന്ന് പറയും, എലന്തപ്പഴം എന്ന് പറയും. തമിഴിൽ എലന്തപ്പഴം എന്ന് പറയും, ഇത് ഇംഗ്ലീഷിൽ ബേറാപ്പിൾ. ഇത് നിറയെ കായ്ച്ചതാണ്. ഞാൻ എന്നിട്ട് 2-3 ദിവസം ഇവിടെ ഇല്ലാതെ ഇരുന്നപ്പോൾ കുറച്ച് ഉണങ്ങിപ്പോയി. പിന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ 2ാമത് നിറയെ പൂ വരുന്നുണ്ട്. ഇത് നിറയെ മിക്കവാറും എല്ലാം തന്നെ കായാവും. ഇത് കൊടുത്തു. ഇത് ചേച്ചിയുടെ ചേച്ചി പ്രത്യേകം പറഞ്ഞ വീഡിയോ എടുത്തിരിക്കണം. അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു, എടുത്തിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിക്ക് അറിയാം അടുക്കളയിലൊക്കെ വേണ്ടത് ഇതാണെന്ന്. നേരെ പോലെ കുറെ ഫ്രൂട്ട്സ് ഒന്നും വെച്ച് പിടിച്ചൊരു കാലം കയറി പറിക്കാന്ന് വയ്യ, അതുകൊണ്ടിരിക്കും ചേച്ചി ഇത് വെച്ചില്ലേ. കയറി പറിക്കേണ്ടി ഒന്നുമില്ല. പിന്നെ ഇത് നല്ലൊരു വെറൈറ്റി പേരയാണല്ലേ. ഇത് ഞാൻ മൂടി കെട്ടി വെച്ചത്, നല്ല വലിപ്പമുണ്ട്. ഇതുണ്ടോ? പറിക്കാനായോ? പറിക്കാറായില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് കിളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, കിളി കൊണ്ടുപോകാനല്ല, കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. ഏകദേശം പഴുപ്പായി. ഇതാണ്. പിന്നെ ഇത് നിറയെ കായ്ക്കുന്നുണ്ട്, താഴെയൊക്കെ. ശരി, ഞാൻ ഈ വഴിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പുറത്ത് പോകണല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പറിച്ചോണ്ട് പോയിക്കോളൂ. ഇതേ തന്നെ ഉണ്ടോ, 1 2 3 4 5 6 കായ്. 6-7 കായുണ്ട് ഇതേ തന്നെ. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്നോട് ചോദിക്കും. ഓൾ സീസണാ ഇത് പേരെന്ത് ചെയ്യണമെന്നറിയോ? നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതായത് ഉള്ളിൽ പിന്നെ ചുവപ്പ് കളറാണ് അതിൻ്റെ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ്,
നമ്മൾ കുറേ പിന്നെ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് കായ്ക്കുന്ന വെച്ചാൽ തളുപ്പയിൽ മാത്രമാണ് പൂ വരിക. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തെളുപ്പ് വരും. ആ തെളുപ്പയിൽ ഇതുണ്ടോ, തെളുപ്പയിലാണ് ഇത് പൂ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തെളുപ്പാക്കണം. ഇതാ വയലറ്റ് ചോദിച്ചിട്ടാണോ? അതൊക്കെ ചേച്ചിയുടെ ഇതാണ്. എൻ്റെ ചെടി പോയതാണ്. ഇതിൻ്റെ ആപ്പിൾ പോയ ചെടിയിലാണ് ഇത് കുഴിച്ചിട്ടേക്കുന്നത്. ഇതിൻ്റെ കുഴിച്ചിട്ടിരിക്കുന്ന സാധനമൊക്കെ ഉപകരണമൊക്കെ നിങ്ങളതാണല്ലേ? ഉപകരണമൊക്കെ നമ്മുടേതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറേ ഇതാ ഇങ്ങനെ ബോഗൻവില്ല ഉണ്ട് അല്ലേ? അങ്ങേയറ്റം വരെ ഉണ്ട്. അങ്ങേയറ്റം വരെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ മാവ് ഇതെല്ലാം കൂടി. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് ജോസേട്ടൻ്റെ വീട്ടിലെ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വിശേഷങ്ങൾ. ഒരുപാട് പ്ലാന്റുകൾ നിങ്ങൾ എത്ര എണ്ണി ഉണ്ടാവില്ല, ഞാനും എണ്ണിട്ടില്ല, ഒരുപാടുണ്ട്. അപ്പം ജോസേട്ടന് അത് കൂടാതെ എന്തോന്ന് പറയണ്ടെന്ന് പറഞ്ഞു. ഈ വഴിയോർത്ത് വെച്ച് വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങരുത്, നമ്മളെ അവരെ ശരിക്കും നമ്മളെ ചതിക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചതിയിൽപ്പെട്ടു. 10,000 രൂപ കളഞ്ഞു. അതുപോലെ തന്നെ അവസാനം അത് എത്രയോ വർഷങ്ങൾ അതിനെ പോറ്റിയിട്ട് വളർത്തി വലുതാക്കിയതിന് ശേഷം പിന്നെ അത് മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് അതിനും 5,000-6,000 റുപ്യ വേണം മരമുറിക്കാർക്ക് കൊടുക്കാൻ. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. പിന്നെ എനിക്ക് വലിയ മരമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എൻ്റെ സാന്തോൾ എന്നും പറഞ്ഞൊരു മരം വാങ്ങിച്ചു വെച്ചു. അത് സാധാരണ ഇവിടെ സാന്തോൾ സ്വീറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നുണ്ട്. ഞാൻ സാന്തോൾ വലിയ മരമാവും, കാണാൻ നല്ല ഭംഗിയാണ്, അത് നിറയെ കൊലകൊലയായിട്ട് കായ്ക്കും. പക്ഷേ ഒരു കാര്യമില്ല, വെറും പുളി കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല, വെറും പുളിയാണ്. അതിൻ്റെ തന്നെ സ്വീറ്റ് സാന്തോൾ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. ഒരു വീട്ടിൽ നിന്ന് അല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് സ്വീറ്റാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അത് ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ, ബാക്കി പുളി തന്നെയാണ്. ഈ സാന്തോൾ എന്നൊക്കെ പറയുന്ന വലിയ മരങ്ങളൊന്നും അല്ലെങ്കിൽ ഒത്തിരി സ്ഥലമുള്ളവർ വേണേൽ വാങ്ങിച്ച് വെച്ചോളൂ. പിന്നെ അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ്, പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറാണ്, നിലത്തിങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഉള്ളൂ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ നിവൃത്തിയുള്ളിടത്തോളം നിങ്ങൾ ഈ മദർ നഴ്സറി ഉള്ളിടത്തുനിന്ന് മാത്രമേ തൈ വാങ്ങിക്കാവൂ. അല്ലാതെ നമ്മൾ തൈ വാങ്ങിക്കും. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 നഴ്സറിൻ്റെ പേര് പറയാൻ പറ്റുമോ? നഴ്സറി എന്ന് വെച്ചാൽ ഒന്ന് ഇത് ഹോം ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഇവിടുത്തെ അവരുടെ മണ്ണുത്തിയൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ എവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നെ അവിടെ മദർ നഴ്സറി ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കൊരട്ടി, അവിടെ മദർ നഴ്സറി ഉണ്ട്. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അവിടുത്തെ സാധനമൊന്നും ഇതുവരെ എനിക്ക് ദോഷമായിട്ട് സംഭവിച്ചില്ല. അല്ലാതെ ഈ വഴിയിൽ നിന്ന് വെച്ച് ഓരോരുത്തർ കൊണ്ടുവരുന്ന അത് വരുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ വെറും കളിമണ്ണിൻ്റെ അകത്താണ് ആ തൈ വരുന്നത് വെക്കുന്നത്. ഇവിടെ എവിടെയാണ് കളിമണ്ണുള്ള സ്ഥലം? ഓക്കെ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് വിശേഷങ്ങൾ. അപ്പം ജോസേട്ടൻ്റെ 2 വിശേഷങ്ങൾ വേറെ പറയാനുണ്ട്. ഒന്ന്, ജോസേട്ടനൊരു യാത്രാപ്രേമിയാണ്. എനിക്കൊരു യാത്രാപ്രേമുണ്ട്, പക്ഷേ എൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി യാത്രാപ്രേമിയാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ ആഗ്രഹമാണ്. ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ നടത്തിയിരുന്നു. അതാണ് അടുത്ത് വരാൻ പോകുന്നത്, നിങ്ങളെ ഭയങ്കര വണ്ടിയിൽ. ഓക്കെ, അടുത്ത എപ്പിസോഡ് അതാണ്. ബൈ.